നമസ്കാരം. അങ്ങനെ ഞങ്ങൾ പ്രേമവാഹിനിയോടൊപ്പം ഗണപതി അമ്പലത്തിൽ നിന്ന് ഭജനയും പാടി മംഗല്യ ഓഡിറ്റോറിയത്തിലോട്ട് ഞങ്ങൾ എത്തി. ഇവിടെ സായി ഭക്തരായ സ്ത്രീകൾ അതിമനോഹരമായിട്ട് കലശം കയ്യിലേന്തി പയ്യെ ഭഗവാന് സമർപ്പിക്കാനായിട്ട് മുന്നോട്ട് നടന്ന് നീങ്ങുന്നു. ഞങ്ങളെല്ലാവരും മംഗല്യ ഓഡിറ്റോറിയത്തിൽ വന്ന് പ്രേമവാഹിനിയെ വരവേൽക്കാനായിട്ട് ഞങ്ങൾ ഒരുങ്ങിയിരിക്കുകയാണ്. പൂത്തിരിയും പടക്കുമെല്ലാം പൊട്ടിച്ച് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ തൊട്ട് പുറകിലാണ് പ്രേമവാഹിനി വരുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ഒരുങ്ങി നിൽക്കുകയാണ് ഭഗവാന്റെ പാദത്തിൽ തൊട്ട് നമസ്കരിക്കാനായിട്ട്. വളരെ എക്സൈറ്റ്മെൻ്റ് ആയിട്ടിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും. വളരെ സന്തോഷത്തോടെയും ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് ഒരുപാട് സായി ഭക്തർ കാത്തിരിക്കുന്നത്. പുരുഷന്മാർ എന്നീ ക്രമത്തിലായിരിക്കും നമുക്ക് നമസ്കരിക്കാം. എൻ്റെ ചിത്തിയുടെ ഭാഗ്യമാണെന്നറിയാൻ വയ്യ. ആ ലൈനിൽ മുൻനിരയിൽ തന്നെ വന്ന് ആദ്യമായിട്ട് ചിത്തിക്ക് കലശം സമർപ്പിക്കാനായിട്ട് പറ്റി. എന്നിട്ട് ഭഗവാന്റെ പാദം തൊട്ട് നമസ്കരിച്ച് പ്രസാദവും വാങ്ങിക്കാൻ പറ്റി. വളരെ ആനന്ദ നിമിഷമായിരുന്നു ഇത്. കൂടെ സീമ മാഡവും ധന്യയും തൊട്ട് പുറകിൽ തന്നെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ സായി സമിതിന് വളരെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. ഇത്രയും തിരക്കിൻ്റെ ഇടയ്ക്ക് ഓരോരുത്തരെയും, ഓരോ സ്ത്രീകളെയും, ഓരോ സായി ഭക്തരെയും ആവശ്യത്തിനുള്ള സമയമെടുത്ത് പാദത്തിൽ തൊട്ട് നമസ്കരിക്കാനുള്ള അവസരം കൂടി. ഇതെല്ലാം സായിബാബയുടെ പ്രസാദമാണ്. ഇതെൻ്റെ വേറൊരു ചിത്തിയാണ്, ഇതെൻ്റെ ചിത്തപ്പനാണ്. ഇവരെല്ലാവരും സായി ഭക്തരെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. സായിയുടെ പാദം തൊട്ട് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. സായിറാം. അങ്ങനെ എൻ്റെ ചിത്തപ്പയ്ക്കും രാധാകൃഷ്ണൻ ചിത്തപ്പനും ഒരു അവസരം കിട്ടി അകത്ത് വന്ന് തൊട്ട് അടുത്ത് വന്നിരുന്ന് കാണാനായിട്ട്, പാദത്തിൽ തൊട്ട് നമസ്കരിക്കാനായിട്ട്. എല്ലാം കഴിഞ്ഞ് മടങ്ങി തിരിച്ചു പോകുമ്പോൾ, വീട്ടിലോട്ട് പോകുമ്പോൾ കുറേ നല്ല ഓർമ്മകളായിട്ട് ചിത്തിയോടൊപ്പം തന്നെ ഇരുന്ന് ഫോട്ടോ എടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. സായിറാം.